ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് ടി പി എ പി എം പി ഒക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എപ്പോഴും പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ വരുന്നതാണ്. ഈവൻ എൻ്റെ എക്സാമിൽ കൂടെ വന്ന ഒരു സംഭവമാണ് മാർജിനൽ പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റൊക്കെ കാണാൻ. അപ്പോൾ സിമ്പിളാണ്. ഇവിടെ കണ്ടോ, ക്വാണ്ടിറ്റി ഓഫ് ലേബർ 1 2 3 4 5 6 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, എം പി കാണാൻ എല്ലാവർക്കും അറിയാമല്ലേ. എം യു പോലെ തന്നെ ഈ ടോട്ടൽ പ്രൊഡക്റ്റ് 2 മൈനസ് ടോട്ടൽ പ്രൊഡക്റ്റ് 1 ചെയ്താൽ എം പി കിട്ടും. അപ്പം ശരിക്കും അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എം പി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഈ ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 അല്ലേ, ഇങ്ങനെ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ. അപ്പോൾ ആ ചേഞ്ച് ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും എങ്ങനെ ചേഞ്ച് ഇൻ ദ ഒരു ചേഞ്ച് എങ്ങനെ ശരിക്കും കാണുക, ന്യൂ മൈനസ് ഓൾഡ് ചെയ്യുമ്പോഴല്ലേ ചേഞ്ച് കിട്ടുക. അപ്പോൾ ചേഞ്ച് ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് 2 മൈനസ് ടോട്ടൽ പ്രൊഡക്റ്റ് 1 ആണല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം പി. സോ അതുതന്നെയാണ് യൂണിറ്റ്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ടി പി ആണ്. അപ്പോൾ അതിനെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ ടി പി 2 മൈനസ് ടി പി 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം പി. അപ്പോൾ എം പി കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി, കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ്. ഇനി ടി പി കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാലോ, സിഗ്മ എം പി ആണല്ലേ. ഈ ഓരോ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ഈ എം പികളെ, അഡീഷണൽ എന്നാണല്ലേ മാർജിനൽ എന്ന് പറഞ്ഞാലത്തെ അർത്ഥം, അതിനെ ആഡ് ചെയ്താലാണ് ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക. 11 യൂണിറ്റ്സ് വരെ ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടോ, ഇൻക്രീസിങ് തന്നെയാണ് അല്ലേ. 100-ന്ന് 210 പിന്നെ 330 440 അങ്ങനെ ഇൻക്രീസിങ് ആണ്. പിന്നെ ഈ 9th യൂണിറ്റിൽ 750 ആയി. പിന്നെ 10th യൂണിറ്റിലും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. 750 തന്നെ ആയിട്ട് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആയി നിൽക്കുന്നതാണ് അർത്ഥം. പിന്നെ മാക്സിമം ആയി കഴിഞ്ഞാൽ 11th യൂണിറ്റിൽ അത് ഡിമിനിഷിങ് ആയി തുടങ്ങും. കണ്ടോ, 740 ആയിട്ട് കുറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആളായ ആവറേജ് പ്രൊഡക്റ്റിനെ എഴുതാം. അപ്പം ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ടി പി ബൈ ക്യൂ ആണല്ലേ. സാധാരണ ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ ക്യൂ ചെയ്താലാണ് ഈ ആവറേജ് പ്രൊഡക്റ്റ് കിട്ടുക. കണ്ടോ, ഫസ്റ്റ് യൂണിറ്റിലെ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടി പി ബൈ ക്യൂ ചെയ്യുമ്പോൾ ടി പി എന്ന് പറഞ്ഞാൽ 100 അല്ലേ. 100 ബൈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 100 ബൈ 1 ചെയ്താൽ 100 തന്നെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ കിട്ടുക. അപ്പോൾ കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് യൂണിറ്റിൽ ടി പിയും എ പിയും ഒന്നാണ് അല്ലേ. നെക്സ്റ്റ് ആളായിട്ടുള്ള എം പിന്ന് എഴുതാം. എം പി എന്ന് പറഞ്ഞാൽ ടി പി 2 മൈനസ് ടി പി 1 ആണല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ യൂണിറ്റ് 0 ഉണ്ട് അല്ലേ. നമ്മളത് എഴുതിയിട്ടില്ലെങ്കിലും ശരിക്കും യൂണിറ്റ് 0 ഉണ്ടല്ലോ. അപ്പോൾ ആ 0 യൂണിറ്റിൽ ടി പിയും 0 ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടി പി 2 മൈനസ് ടി പി 1 ചെയ്യുമ്പോൾ 100 മൈനസ് 0 ആണല്ലേ കിട്ടുക. അപ്പോൾ 100 മൈനസ് 0 എന്താ, 100 തന്നെയാണല്ലേ കിട്ടുക. അതുകൊണ്ട് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് എം പിയും സെയിം ആണ്. ടി പിയും എ പിയും എം പിയും ഒക്കെ ഫസ്റ്റ് യൂണിറ്റിൽ സെയിം ആണ്. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 തന്നെയാണല്ലേ. കാരണം 1 2 3യിലാണ് ഇൻക്രിമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും 1 ആണ്. ഡിനോമിനേറ്റർ 1 ആണെങ്കിൽ നമ്മൾ വലിയ വില വെക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ചേഞ്ച് ഇൻ ദ ടി പി എന്ന് പറഞ്ഞിട്ട് ടി പി 2 മൈനസ് ടി പി 1 എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എം പി എന്ന് പറയുമ്പോൾ കണ്ടോ, 100 110 120 110 അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. എല്ലാവർക്കും അറിയാമല്ലോ, മാർജിനൽ അഡീഷണൽ ആയിട്ട് എന്തെടുത്താലും മട്ടിപ്പ് വരും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും ഇങ്ങനെ ഡിമിനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വരെ അതിങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അത് ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർ വർത്തമാനം പറഞ്ഞിരിക്കുമെന്നാണ് സാറന്ന് പറഞ്ഞത്. അതായത് വർക്കേഴ്സ് പ്രൊഡക്ഷൻ കുറയ്ക്കും, അഡീഷണൽ ആയിട്ടുള്ള ഈ പ്രൊഡക്ഷൻ കുറയാനായിട്ട് തുടങ്ങും. അതാണ് പിന്നെ 80 പിന്നെ 70 50 30. അതായത് ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു ക്യാപിറ്റലിനെ ഫിക്സ്ഡ് ആക്കി വെക്കണം അല്ലേ ഷോർട്ട് റണ്ണിൽ. പിന്നെ ബാക്കിയുള്ള വാരിയബിൾസ് ഇങ്ങനെ ഇൻപുട്ട് കൂട്ടി കൂട്ടി വരുന്നതിനനുസരിച്ച് ലേബേഴ്സ് കൂടും. ലേബേഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക, അവർ വർത്തമാനം പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ അവർ പറയും ഇവർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് അഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അഡീഷണൽ ആയിട്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാണ്ടാകുമ്പോൾ 0 ആവും. ആ സമയത്ത് ഫേമിന് ഏറ്റവും നഷ്ടം വരുന്ന ടൈമാണത്. അപ്പോൾ ആ ഒരു സ്റ്റേജൊന്നും ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ ചൂസ് ചെയ്യില്ല. പിന്നെ നമ്മളുടെ ടി പി ഉണ്ടല്ലോ, ടി പി 750 ആയി. പിന്നെ ആ 750യിൽ ഇങ്ങനെ സ്റ്റില്ലായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആണ് എം പി 0 ആയി മാറുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടി പി മാക്സിമം ആകുമ്പോൾ എം പി 0 ആയിട്ട് മാറും. ടി പി ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ എം പി നെഗറ്റീവായിട്ട് മാറും. കണ്ടോ,
കണ്ടോ, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ടി പി എന്ന് പറഞ്ഞാൽ സിഗ്മ എം പി ആണ്, എ പി എന്ന് പറഞ്ഞാൽ ടി പി ബൈ ക്യൂ ആണ്, എം പി എന്ന് പറഞ്ഞാൽ ടി പി ടു മൈനസ് ടി പി വൺ ആണ്. അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ഇൻ ദ ടി പി എന്നും പറയാം. ഇനിയിപ്പോൾ യൂണിറ്റ്സ് കണ്ടിന്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ദ ടി പി ബൈ ചേഞ്ച് ഇൻ ദ ക്യൂ എന്നും പറയാം. ഇത് വളരെ സിമ്പിളാണല്ലേ. ഇനി എൻ്റെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു തരാം. കുറച്ച് സമ്മറി നോക്കിയേ. അറ്റ് യൂണിറ്റ് 1 ടി പിയും എം പിയും എ പിയും ഒക്കെ ഈക്വൽ ആണ്. ടി പി മാക്സിമം ആകുമ്പോൾ എം പി 0 ആവും. ടി പി ഡിക്രീസ് ചെയ്യുമ്പോൾ എം പി നെഗറ്റീവ് ആവും. കാരണം അറിയാലോ, ടി പി ഡിക്രീസ് ചെയ്താൽ 740 ആയിരിക്കും അല്ലേ അവിടെ ഉണ്ടാവുക. അപ്പോൾ 740 എന്നുള്ള ടി പി 2 അല്ല അത്. അപ്പോൾ ടി പി 2 മൈനസ് ടി പി 1 ചെയ്താലല്ലേ എം പി കിട്ടുക. അപ്പം 740 മൈനസ് 750 ചെയ്യും. അപ്പോൾ കണ്ടോ, ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ നെഗറ്റീവ് ഉള്ള സംഖ്യയാണല്ലേ കിട്ടുക. അതുകൊണ്ടാണ് എം പി നെഗറ്റീവായിട്ട് മാറുന്നത്. യെസ്, ഇതായിരുന്നു എൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. Based on the information given in the following table, answer the question number 18 തൊട്ട് 20 ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ കണ്ടോ, ക്വാണ്ടിറ്റി ഓഫ് ലേബർ 1, 2, 3 ഒക്കെ ആകുമ്പോൾ കണ്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ അത് 10, പിന്നെയൊക്കെ ഉള്ളത് മിസ്സിങ് ആണ്. പിന്നെ ആവറേജ് പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്, മാർജിനൽ പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യൂണിറ്റ് 1 ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും സെയിം ആയിരിക്കും അല്ലേ. അപ്പം ആ 10 ടോട്ടൽ പ്രൊഡക്റ്റിലത്തെ 10 മറ്റുള്ളവർക്കും നമുക്ക് എഴുതി കൊടുക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, മിസ്സിങ് ഫിഗേഴ്സുള്ള ക്വസ്റ്റ്യൻ തന്നാൽ പെട്ടെന്ന് തന്നെ ആ ബോക്സ് ഫില്ല് ചെയ്യുക, എന്നിട്ട് വേണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ഞാൻ 10 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് യൂണിറ്റ് നോക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് മതി അല്ലേ. സിഗ്മ ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ആണ് ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ 10ഉം 11ഉം ആഡ് ചെയ്ത 21 ആയിരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ 21 കണ്ടെത്തി. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ ആണല്ലേ ആവറേജ് പ്രൊഡക്റ്റ്. അപ്പം 21 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 11 തന്നെയാണ് ആവറേജ് പ്രൊഡക്റ്റ് കിട്ടുക. അങ്ങനെ സെക്കൻഡ് യൂണിറ്റ് എല്ലാതും ഫില്ല് ചെയ്തു. ഇനി തേർഡ് യൂണിറ്റിൽ നമുക്ക് ആകെ ആവറേജ് പ്രൊഡക്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം എ പിൻ്റെ ഫോർമുല വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എ പി ഇൻറ്റു ക്യൂ ചെയ്താൽ ടി പി കിട്ടൂലേ. അപ്പോൾ ടി പി നമുക്ക് കിട്ടും എ പി ഇൻറ്റു ക്യൂ ചെയ്താൽ. അപ്പോൾ എ പി 11 ആണെങ്കിൽ ക്യൂ എന്താണ് 3 ആണല്ലേ. അപ്പോൾ 11 ഇൻറ്റു 3 ചെയ്താൽ 33 ആണ് ടി പി. ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണല്ലേ എം പി കാണാൻ വേണ്ടിയിട്ട്. എം പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് 2 മൈനസ് ടോട്ടൽ പ്രൊഡക്റ്റ് 1 ചെയ്താൽ മതി. അപ്പോൾ 33 മൈനസ് 21 ചെയ്താൽ മാർജിനൽ പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. ഇനി ഫോർത്ത് യൂണിറ്റ് നോക്കാം. അവിടെ ആകെയുള്ള ക്ലൂ എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 11. അപ്പം ജസ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് തേർഡ് യൂണിറ്റിൽ 33 ആണല്ലേ ടോട്ടൽ പ്രൊഡക്റ്റ്. അപ്പോൾ അവിടെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞത് എന്താണ്, അഡീഷണലി വന്നത് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കും. അത് 11 തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഈ തേർഡിലത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള 33 പ്ലസ് പിന്നെ ഇപ്പോൾ വന്ന മാർജിനൽ പ്രൊഡക്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. 11 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടും. അതിനെ തന്നെയാണ് സിഗ്മ ഈ എം പി എന്ന് പറയുന്നത് അല്ലേ, സിഗ്മ എം പി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ എം പികളും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഈ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ എം പി തന്നെയാണല്ലോ തേർഡ് യൂണിറ്റിൽ. ഫോർത്താമത്തെ എം പിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി തേർഡ് ടി പിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ, സിഗ്മ എം പി തന്നെയാണ്. ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഉണ്ട്, മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ എ പി എങ്ങനെ കാണണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിളാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ദ ക്വാണ്ടിറ്റി ചെയ്താൽ മതി. അപ്പം 44 ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 4. ഇപ്പോൾ 11 ആണ് അവിടെ ആൻസർ കിട്ടുക. ഇനി ഫിഫ്ത്ത് യൂണിറ്റിൽ ടോട്ടൽ പ്രൊഡക്റ്റ് 52 തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് കാണാം. 52 മൈനസ് 44 ചെയ്താൽ മാർജിനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള 8 നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇനി എ പി കാണാൻ 52 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പം 10.4 ഡെസിമലുള്ള ഒരു നമ്പറാണ് കിട്ടുക. ഇനി അത് കഴിഞ്ഞാൽ സിക്സ്ത് യൂണിറ്റിലും നമുക്ക് കാണണം അല്ലേ. അപ്പോൾ സിക്സ്ത് യൂണിറ്റിൽ ക്ലൂ ആയിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ടി പി ഉണ്ടല്ലോ ഫിഫ്ത്ത് യൂണിറ്റിലത്തെ ടി പി ഉണ്ടല്ലോ അതാണ് 52. അതിൻ്റെ ഒപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എം പി ആണല്ലേ.
അപ്പോൾ അതിൻ്റെ ഒപ്പം അഡീഷണലി MP കൂട്ടിയാൽ മതി. അഡീഷണലി ഇപ്പോൾ 60 യൂണിറ്റിൽ വന്ന MP കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് കിട്ടും. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് ഇവിടെ 60 ആണ് കിട്ടുക. പിന്നെ 60 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ 10 ആണ് AP കിട്ടുക. അപ്പോൾ ഈ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ആവറേജ് പ്രൊഡക്റ്റ് വെൻ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഇസ് 6? കണ്ടോ, അപ്പോൾ നമ്മൾ 10 കണ്ടോ, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. വാട്ട് വിൽ ബി ദ ടോട്ടൽ പ്രൊഡക്റ്റ് വെൻ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഇസ് 4 ആണെങ്കിൽ എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്? യെസ്, 44 ആണല്ലേ. 44 ഓപ്ഷൻ ഡി. ഇനി വാട്ട് വിൽ ബി ദ മാർജിനൽ പ്രൊഡക്റ്റ് വെൻ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഇസ് 5 ആണെങ്കിലോ? 8 ആണല്ലേ മാർജിനൽ പ്രൊഡക്റ്റ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫാക്ടർ ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് MP, AP, TP ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ഗ്രാഫിനൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഗ്രാഫിൽ ഫസ്റ്റത്തത് കണ്ടോ, ഏറ്റവും ടോപ്പിൽ നിൽക്കുക TP ആയിരിക്കും. കാരണം TP എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലേ, ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്. TP ആണ് ഏറ്റവും മേലെ നിൽക്കുക. പിന്നെ രണ്ടാമത്തതാണ് MP എപ്പോഴും ഡിമിനിഷിങ് ആയിരിക്കും അല്ലേ, ഫാളിങ് ആയിരിക്കും അല്ലേ. അപ്പം MP ഇങ്ങനെ ഫാൾ ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. AP ആണ് പിന്നെ മൂന്നാമത്തത് ഗ്രാഫിൽ ഇങ്ങനെ വരുന്നത്. അപ്പം മൂന്നാമത്തെ ആ ഒരു കർവ് AP കർവാണ്. അതും ചെറുതായിട്ട് ഒന്ന് ഡിമിനിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നും കൂടി പറയുന്നു, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നും കൂടി പറയുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആ സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് ഡിമിനിഷിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണവും അതൊക്കെയാണ് ഇവിടെ പറയാൻ പോണത്. അപ്പോൾ നോക്കിക്കോ, ആദ്യം തന്നെ എല്ലാ കർവുകളും ഇങ്ങനെ മാക്സിമത്തിൽ നിൽക്കണം നമുക്ക് നോക്കാം. അപ്പോൾ MP ഇങ്ങനെ മാക്സിമത്തിൽ നിൽക്കുന്നുണ്ടല്ലേ, ആ സമയത്ത് സ്റ്റേജ് 1 ആണ് പറയാം. പിന്നെ AP ഇങ്ങനെ മാക്സിമത്തിൽ നിൽക്കുന്നുണ്ടല്ലേ, ആ സമയത്ത് സ്റ്റേജ് 2 ആണെന്ന് പറയാം. പിന്നെ TP ഇങ്ങനെ മാക്സിമത്തിൽ നിൽക്കുന്നുണ്ടല്ലേ, ആ സമയത്ത് സ്റ്റേജ് 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, TP ഇങ്ങനെ മാക്സിമം ആകുമ്പോൾ MP 0 ആയിരിക്കും അല്ലേ. കണ്ടോ, MP അപ്പോൾ എക്സ് ആക്സിസുമായി ടച്ച് ചെയ്തു, അപ്പോൾ ആ സമയത്ത് MP 0 ആണ്. ഓക്കെ, അപ്പോൾ അത് തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ഇനി MP മാക്സിമം ആയി നിൽക്കണില്ലേ, ആ സമയത്തിന് ആ ഒരു പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. അത് സ്റ്റേജ് 1ലാണ് വരുന്നത്. അപ്പം ഈ ഗ്രാഫിൻ്റെ ഈ എക്സ് ആക്സിസിലെ എമൗണ്ട് ഓഫ് വാരിയബിൾ ഫാക്ടറിനെയാണ് കാണിക്കുന്നത്, വാരി ചെയ്യാൻ പറ്റുന്ന ഫാക്ടറിൻ്റെ എമൗണ്ടും. പിന്നെ ഈ Y ആക്സിസിൽ ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് 1ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. TP എന്ന് പറഞ്ഞാലും ഇൻക്രീസിങ് ആണ്, MP എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്ങും ആണ്, പക്ഷേ ഗെറ്റ്സ് മാക്സിമം ആയി മാറുന്നുണ്ടല്ലേ. എന്നിട്ട് മാക്സിമം ആയിട്ട് പിന്നെ ഡിമിനിഷും ചെയ്യുന്നുണ്ട്. അവിടെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷനും വരുന്നുണ്ട് MPൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി APയുടെ കാര്യം പറയുമ്പോൾ അത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ മാർക്കരുത്, ഫസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, TP ഇൻക്രീസിങ് ആണ്, AP ഇൻക്രീസിങ് ആണ്, പക്ഷേ MP ഇൻക്രീസിങ് ആണ്, ഗെറ്റ്സ് മാക്സിമം ആവും. ആ മാക്സിമം പോയിൻറ്റിനെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. പിന്നെ അത് ഡിമിനിഷ് ചെയ്യാനും തുടങ്ങും. MP ഫാൾസ് ബട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ് ആയിട്ടാണ് ഫാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ മാക്സിമം പോയിന്റിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സിമം പോയിന്റിൽ എത്തുന്നതിൻ്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചു. ആദ്യം MP ആണ് മാക്സിമത്തിൽ എത്തുന്നത്, പിന്നെ AP ആണ് മാക്സിമത്തിൽ എത്തുന്നത്, പിന്നെയാണ് TP മാക്സിമത്തിൽ എത്തുന്നത്. ഇനി സ്റ്റേജ് 1 എൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, വെൻ AP കർവ് റീച്ചസ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിൻ്റ് ആയിട്ട് റീച്ച് ചെയ്യുന്നു. പിന്നെ AP ഇൻക്രീസസ്, പക്ഷേ പോസിറ്റീവ് ആണല്ലേ. ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ, സ്റ്റേജ് 1 എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ APയും MPയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. AP ഈസ് ഈക്വൽ ടു MP ആവുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ AP മാക്സിമം ആവുന്ന പോയിൻ്റാണ്. AP മാക്സിമം ആവുമ്പോൾ MPയും APയും ഈക്വൽ ആവുന്നുണ്ട്. ഇവിടെ ലേബറും ക്യാപിറ്റലും കുറവാണ് ശരിക്കും പറഞ്ഞാൽ, കാരണം ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ. ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും കുറവായിരിക്കും ലേബറും ക്യാപിറ്റലും, പക്ഷേ ഇൻക്രീസ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ ഇൻക്രീസിങ് റിട്ടേൺസ് എന്നാണ് പറയുക. കാരണം AP ആയാലും MP ആയാലും TP ആയാലും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അവിടെ, അതുകൊണ്ട് ഇൻക്രീസിങ് റിട്ടേൺസ്. ഇനി സ്റ്റേജ് 2ലാണ് കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് AP മാക്സിമത്തിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേജ് 2. പിന്നെ എൻഡ് ചെയ്യുന്ന സമയത്ത് TP ആണ് മാക്സിമം ആവുന്നത്. ഓക്കെ, പിന്നെ TP ആയാലും MP ആയാലും അവിടെ ഡിക്രീസിങ് ആണ് സംഭവിക്കുന്നത്. ദോ TP ഇൻക്രീസിങ് ആണെങ്കിൽ കൂടെ ഇൻക്രീസിങ് ആയിട്ട് ഡിക്രീസിങ് റേറ്റിലായിരിക്കുമല്ലേ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക, അതാണ് ഇവിടെ ഡിക്രീസിങ് എന്ന് പറഞ്ഞത്. പിന്നെ MP എന്തായാലും ഡിക്രീസിങ് ആണ്.
ടി പി ചെറിയ ചെറിയ രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, പതിയെ പതിയെ. അതാണ് ഡിക്രീസിങ് ആയിട്ടുള്ളൊരു ഇൻക്രീസിങ് റേറ്റ് ആണുള്ളത്. കുറേ പേർക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ ടി പി കാണുമ്പോൾ ഗ്രാഫിൽ ഇൻക്രീസിങ് ആണല്ലോ, എന്നിട്ട് എന്താണ് സ്റ്റേജ് 2 ഡിക്രീസിങ് എന്ന് പറയുന്നതെന്ന്. കാരണം അത് ഡിമിനിഷിങ് റിട്ടേൺസിൻ്റെ സ്റ്റേജാണ്. അപ്പോൾ ആ സമയത്ത് ടി പി ഇൻക്രീസിങ് ആണല്ലോ ഗ്രാഫിൽ, പിന്നെ എന്തുകൊണ്ടാണ് ഡിക്രീസിങ് എന്ന് പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കലുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ടേബിൾ ഷെഡ്യൂൾ കണ്ടാൽ തന്നെ അറിയാമല്ലേ, അതിലിങ്ങനെ ഇൻക്രീസിങ് ആണ്, പക്ഷെ പതിയെ പതിയാണല്ലോ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ആണ്, പക്ഷേ ഡിക്രീസിങ് റേറ്റിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺസ്? മൊത്തം ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഓപ്ഷൻസ് എല്ലാതും. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് ഡിക്രീസിങ് റേറ്റ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ സ്റ്റേജ് 2 മുതലേ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് ആണ് അല്ലേ. അപ്പം ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2ൻ്റെ ഡിമിനിഷിങ് റിട്ടേൺസിൻ്റെ ക്യാരക്ടറാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ ആ സമയത്ത് പറഞ്ഞത്, ടോട്ടൽ പ്രൊഡക്റ്റും ഡിക്രീസിങ് ആണെന്ന് സ്റ്റേജ് 2-ൽ. സ്റ്റേജ് 2 എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ടി പി എന്ന് പറഞ്ഞത് എന്തായിരിക്കും? മാക്സിമത്തിലായിരിക്കും. അപ്പോൾ ടി പി മാക്സിമത്തിലാവുന്ന സമയത്ത് എം പി എന്തായി മാറിയിട്ടുണ്ടാവും? 0 ആയിട്ടും മാറിയിട്ടുണ്ടാവും. അപ്പം സ്റ്റേജ് 2 എൻഡ് ചെയ്യുന്ന സമയത്ത് ടി പി മാക്സിമം എം പി 0യും. ഈ സമയത്താണല്ലോ ഇങ്ങനെ 750 ടി പി മാക്സിമം ആവണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒപ്റ്റിമം ആയിട്ടുള്ള ലേബറും ക്യാപിറ്റലും ആയിരിക്കും, അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ടോട്ടൽ പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റൊക്കെ ഡിക്രീസിങ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയും. പക്ഷേ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റേജ് 3 നോക്കിക്കഴിഞ്ഞാൽ അവിടെ എം പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ടി പി എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും, എ പി എന്ന് പറഞ്ഞതും ഡിക്രീസിങ് ആയിരിക്കും. അപ്പം ഈ നമ്മുടെ എം പി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നെഗറ്റീവ് റിട്ടേൺസ് എന്നാണ് പറയാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലേബർ കൂടുതലായിരിക്കും. അപ്പം നമുക്കറിയാമല്ലോ, ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ലേബർ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു ലേബറിലെ. അപ്പോൾ ആ സമയത്ത് അവൻ ചെയ്യുക ഇവൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും ഇത്ര ലേബർ. മാർജിനൽ പ്രൊഡക്ഷൻ ഒന്നും നടക്കൂല, അഡീഷണൽ ആയിട്ട് പ്രൊഡക്ഷൻ ഒന്നും നടക്കൂല ലേബേഴ്സ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്താവും? ഡിമിനിഷിങ് ആവും. അതുകൊണ്ടാണ് അവിടെ ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. എം പി 0 എന്ന് പറഞ്ഞാൽ അഡീഷണൽ പ്രൊഡക്റ്റ് തീരെ ഇല്ലാത്തൊരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലേബർ കൂടുമ്പോഴാണ്. അപ്പം പ്രൊഡക്ഷൻ തീരെയും അഡീഷണലി നടക്കൂല. അപ്പോൾ അത് തീരെ എക്കണോമിക് അബ്സേർഡിറ്റി എന്നാണ് അതിനെ പറയുക. അതുകൊണ്ട് തന്നെയാണ് എം പി നെഗറ്റീവായി മാറും. അപ്പോഴാണ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എം പിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എം പി മാക്സിമം ആവുന്ന സമയത്ത് ഇൻക്രീസിങ് റിട്ടേൺസ്, എം പി ഫോളോ ചെയ്യുന്ന സമയത്ത് ഡിമിനിഷിങ് റിട്ടേൺസ്, എം പി നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് റിട്ടേൺസ്. ഇപ്പോൾ സ്റ്റേജ് 3-ൽ എന്താ സംഭവിക്കുന്നത്? എം പി നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ടി പിയും എ പിയും ഒക്കെ ഡിക്രീസിങ് ആണ്. പിന്നെ സ്റ്റേജ് 2-ൻ്റെ എൻഡിലാണ് ടി പി മാക്സിമം ആവുന്നത്. അപ്പോൾ എം പി 0 ആയി മാറുന്നത്. ഇനി മറക്കൂലല്ലോ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ടോട്ടൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ? ദ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസിലാണല്ലേ. കാരണം സംഭവം നമ്മൾ ടി പി ഡിക്രീസിങ് ആണ് അറ്റ് ഇൻക്രീസിങ് റേറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റേജ് 2-ൽ പറഞ്ഞതല്ലേ. പക്ഷേ ശരിക്കും ഡിക്ലൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? അവരങ്ങനെ സ്റ്റേജ് 2-ൻ്റെ എൻഡിൽ ടി പി മാക്സിമം ആയിട്ട് എം പി ഒക്കെ 0 ആവുന്ന സമയമുണ്ടല്ലേ, അങ്ങനെ മാക്സിമം ആയിട്ടാണ് പിന്നെ ഡിക്രീസ് ചെയ്യുന്നത്. ശരിക്കും ഗ്രാഫിൽ ഡിക്ലൈൻ ചെയ്യുന്നത് അത് സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസിൻ്റെ സ്റ്റേജിലാണ്, 3-ലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഓക്കെ അബൌട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്? ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ വെൻ ആവറേജ് പ്രൊഡക്റ്റ് റൈസസ്, ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വാരിയബിൾ ഇൻപുട്ട്, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് മോർ ദാൻ ദ ആവറേജ് പ്രൊഡക്റ്റ്. ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാമല്ലേ, മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ അടിയിലാണ് മൂന്നാമതായിട്ടാണ് എ പി വരുന്നത്. അപ്പോൾ കറക്റ്റാണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് മോർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ് ആയിരുന്നു. ഇനി വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് മാക്സിമം, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ പറയൂ, വെൻ ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രൊഡക്റ്റ് അല്ലേ? കറക്റ്റാണല്ലേ. ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം ആകുമ്പോഴാണ് മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ആ പോയിൻ്റ് ഈക്വൽ ആണല്ലേ, എം പി ഈസ് ഈക്വൽ ടു എ പി ആണ് ആ പോയിന്റിൽ. ഇനി നമ്മളോട് ഇൻകറക്റ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നോട്ട് ട്രൂ ആയിട്ടുള്ള കാര്യം നോക്കിക്കോ. വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഫാൾ, ആവറേജ് പ്രൊഡക്റ്റ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ദ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് പറഞ്ഞേ ആവറേജ് പ്രൊഡക്റ്റ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ദ ആവറേജ് പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. യെസ്, തേർഡ് സ്റ്റേജിലാണ് ആവറേജ് പ്രൊഡക്റ്റ് ഫാൾ ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് തൊട്ട് തന്നെ എം പി ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ എ പിൻ്റെ അടിയിലാണ് എം പി ഉള്ളത്. സോ ദാറ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ തേർഡ് ആയപ്പോഴത്തേനും നെഗറ്റീവ് റിട്ടേൺസ് ആയില്ല. അപ്പോൾ എന്തായാലും ആവറേജ് പ്രൊഡക്റ്റിൻ്റെ താഴെയാണ് എം പി വരുന്നത്. അപ്പോൾ ആ സെൻറ്റൻസും കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ 3 സെൻറ്റൻസും കറക്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കും നോട്ട് ട്രൂ ആയിട്ടുള്ളത്. വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് നെഗറ്റീവ്, ആവറേജ് പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിട്ടില്ലല്ലോ. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ബിക്കംസ് 0 എന്നാണ് പറയുന്നത്. ശരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുമ്പോഴാണല്ലേ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആവുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ തേർഡ് ഓഫ് 3 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം തേർഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്നാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സോ നോക്കാം. ദ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഹാഡ് എ പോസിറ്റീവ് സ്ലോപ്പ്. നോ, നെഗറ്റീവ് സ്ലോപ്പ് ആണല്ലേ. എപ്പോഴും എം പി കർവ് ഡിമിനിഷിങ്, ഒന്ന് കുത്തനെ ഉയർന്നിട്ട് പിന്നെ ഇങ്ങനെ താഴ്ന്നതാണ്. കുത്തനെ ഉയരുമ്പോൾ ആ പോയിന്റിനെ ദ മാക്സിമം പോയിന്റ് ഓഫ് ദ എം പി കർവ് ഈസ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. അപ്പോൾ ഫസ്റ്റത്തത് തെറ്റാണ്. പിന്നത്തത് മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ലേസ് കംപ്ലീറ്റ്ലി ബിലോ ദ ആവറേജ് പ്രൊഡക്റ്റ് കർവ് തേർഡ് സ്റ്റേജിൽ. അത് കറക്റ്റാണ്. അപ്പോൾ അതാണ് കേട്ടോ ആൻസർ വരിക. കംപ്ലീറ്റ്ലി ബിലോ ആണ് ആവറേജ് പ്രൊഡക്റ്റിൻ്റെത്. പ്രൊഡക്റ്റ് കർവിൻ്റെ ബിലോ ആയിരിക്കും മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ഉണ്ടാവും. നോക്കിയാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് എന്ന്, ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾ ചെയ്യുകയാണ് ചെയ്യുക. സ്റ്റേജ് 2ൻ്റെ എൻഡിൽ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആവും, പിന്നെ അത് ഫോൾ ചെയ്യാൻ തുടങ്ങില്ലേ. സ്റ്റേജ് 3ൽ മൊത്തം ഫോളിംഗ് ആണ്. അതാണ് നെഗറ്റീവ് റിട്ടേൺസ്, ബിക്കോസ് എം പി നെഗറ്റീവായി. പ്രൊഡ്യൂസറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് സ്റ്റേജ് ആയിരിക്കും എന്നറിയാം ചൂസ് ചെയ്യുക. സ്റ്റേജ് 1 ആണോ, സ്റ്റേജ് 2 ആണോ, സ്റ്റേജ് 3 ആണോ നോക്കാം. സോ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എക്കണോമിക് അബ്സേർഡിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ എക്കണോമിക് നോൺസെൻസിൻ്റെ സ്റ്റേജാണ്. കാരണം ഫിക്സ്ഡ് ഫാക്ടർ ആയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അതായത് ഈ മെഷീൻസൊക്കെ ഉണ്ടല്ലോ, അത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ക്യാപിറ്റൽ. അപ്പോൾ അത് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ലേബർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരണം. അപ്പോൾ ആ സമയത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ഫിക്സ്ഡ് ആണല്ലോ, അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെയാണ് അതിനെ എക്കണോമിക് നോൺസെൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസേഴ്സിന് തടയില്ല, പൈസയൊന്നും കിട്ടൂല, പൈസ കയ്യിൽ നിന്ന് പോണ സമയമാണ്. അതാണ് അവർക്ക് എക്കണോമിക് നോൺസെൻസ് ആണ്. പൈസയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലേബറിനെ ഹയർ ചെയ്തിട്ടേ. കൂടുതലായിട്ട് ലേബേഴ്സിനെ ഇങ്ങനെ ഹയർ ചെയ്യണം. ആ സമയത്താണ് ലേബേഴ്സിനെ ഹയർ ചെയ്യുന്നത്. അഡീഷണലി ഓരോ ലേബർ കൂടുന്തോറും അഡീഷണൽ പ്രൊഡക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എം പി ഒക്കെ മാക്സിമത്തിലാവുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. സ്റ്റേജ് 2 ആണ് ഒരു റാഷണൽ പ്രൊഡ്യൂസർ ചൂസ് ചെയ്യുന്ന സ്റ്റേജ്. കാരണം ഇവിടെ സ്റ്റിൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് ആണ്. പക്ഷെ തേർഡ് സ്റ്റേജ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഡിക്രീസിങ് ആയിട്ട് മാറൂലേ. അപ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ഡിക്രീസിങ് റേറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. എപ്പോഴും ചോദിക്കും ഡിമിനിഷിങ് റിട്ടേൺസിൽ എന്താ ടോട്ടൽ പ്രൊഡക്റ്റിന് സംഭവിക്കുന്നത്. അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇങ്ങനെ ഡിക്രീസ് ചെയ്യണതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഇൻക്രീസിങ് തന്നെയാണ്, പക്ഷേ ഡിക്രീസിങ് റേറ്റിലാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 10 കഴിഞ്ഞാൽ പിന്നെ 11 അങ്ങനത്തെ രീതിയിൽ, പിന്നെ 12, അപ്പോൾ ചെറിയ രീതിയിലൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലേബേഴ്സ് കൂടുന്തോറും മാർജിനൽ പ്രൊഡക്റ്റ്, അതായത് അഡീഷണലി പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. ഇയാൾ ചെയ്യട്ടെ അയാൾ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഈ സ്റ്റേജിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നടക്കുക, ഒപ്റ്റിമത്തിലാണ് നടക്കുക. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറേ ലേബേഴ്സ് വരും. അപ്പോഴാണ് തീരെ മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ടാവാത്തൊരവസ്ഥ വരുന്നത്. അപ്പോഴാണ് നെഗറ്റീവൊക്കെ ആവുന്നത്, അഡീഷണലി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാണ്ടാവും. അപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് അത് സ്റ്റേജ് 3ൽ. അപ്പോൾ സ്റ്റേജ് 3നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റാഷണലായിട്ട് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലത് സ്റ്റേജ് 2 തന്നെയാണ്. ഈവൻ അത് ഡിമിനിഷിങ് റിട്ടേൺസ് ആയാലും നെഗറ്റീവ് റിട്ടേൺസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ സ്റ്റേജ് 2 ആയിരിക്കും എപ്പോഴും പ്രൊഡ്യൂസർ ചൂസ് ചെയ്യുക. ഇൻക്രീസിങ് ആണ്, പക്ഷെ അറ്റ് ഡിക്രീസിങ് റേറ്റിലാണ്. ദിസ് ഈസ് ദി ഓൺലി റാഷണൽ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ എ ഫേം. ഈ ഒരു സ്റ്റേജ് മാത്രമാണ് ഏറ്റവും ന്യായമായൊരു സ്റ്റേജ് എന്ന് പറഞ്ഞത്. ആസ് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് ഈസ് ഇൻ ഇഫക്റ്റ്. അതായത് മാർജിനൽ റിട്ടേൺസ് അഡീഷണൽ ലേബർ എടുക്കും തോറും കുറഞ്ഞു വരികയാണല്ലേ. ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് ആണല്ലേ.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഓരോ സ്റ്റേജ് മനസ്സിലാക്കാനായിട്ട് മാർജിനൽ പ്രൊഡക്റ്റിനെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസിങ് ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിക്രീസിങ് റിട്ടേൺസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഡിമിനിഷിങ് ആയിട്ടുള്ള മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ റിട്ടേൺസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റിൽ ഇൻക്രീസസ് ആണ്, ബട്ട് ഈച്ച് അഡീഷണൽ വർക്കർ ആഡ്സ് ലെസ് ടു ദ ടോട്ടൽ ഔട്ട്പുട്ട് ദാൻ വൺ ബിഫോർ. അതുകൊണ്ട് തന്നെയാണ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത്. എം പി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലേ, പിന്നെ എം പി 0 ആയിട്ട് മാറും, ലേബേഴ്സ് ഉണ്ടായാലും കാര്യമില്ലാണ്ടായിട്ട് മാറും, പ്രൊഡക്ഷൻ ഒരു തരി പോലും കൂടൂല തേർഡ് സ്റ്റേജൊക്കെ ആവുന്ന സമയത്ത്. ഇപ്പോൾ എപ്പോഴും സെക്കൻഡ് സ്റ്റേജാണ് നല്ലത്, ഒരു റാഷണൽ പ്രൊഡ്യൂസർ ചൂസ് ചെയ്യുക ആ സ്റ്റേജാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് അബ്സേർഡിറ്റി ആണ്. ഫസ്റ്റ് സ്റ്റേജ് പോലെ തന്നെ അല്ലെങ്കിൽ എക്കണോമിക് നോൺസെൻസ് ആണ്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റേജാണത്. ബിക്കോസ് ഇങ്ങനെ ലേബറിനെ ഇങ്ങനെ കൂട്ടും നമ്മൾ, ക്യാപിറ്റൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷേ ലേബറിനെ കൂട്ടിയത് കൊണ്ട് തന്നെ ഒരു ഗുണവും ഇല്ല, ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഒന്നും റാഷണൽ പ്രൊഡ്യൂസർ ചൂസ് ചെയ്യില്ല. മാർജിനൽ പ്രൊഡക്റ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെയും നെഗറ്റീവ് ആവുന്നതിൻ്റെയും കാരണം എന്താണെന്ന് വെച്ചാൽ വാരിയബിൾ ഇൻപുട്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലേബർ കൂടുമ്പോൾ ലേബറേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കും, അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.